ഹേയ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടേബിൾ ടാഗിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്ന് കോൾ സ്പാനും ഒന്ന് റോ സ്പാനും. അപ്പൊ ഈ ഒരു ആട്രിബ്യൂട്ടിന്റെ മെയിൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്ന് പറയുന്നത് സെല്ലുകൾ മെർജ് ചെയ്ത് ഒറ്റൊരു യൂണിറ്റ് ആക്കാൻ വേണ്ടി, ഒന്നിൽ കൂടുതലുള്ള സെൽസിനെ എന്ത് ചെയ്യണം, മെർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റാനാണ് ഈ ഒരു കോൾ സ്പാനും റോ സ്പാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TH ടാഗിനുള്ളിലും TD ടാഗിനുള്ളിലാണ് ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോൾ സ്പാൻ എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, കോളങ്ങൾ തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടിയാണ് കോൾ സ്പാൻ യൂസ് ചെയ്യുന്നത്. റോ സ്പാൻ എന്ന് പറയുമ്പോൾ റോകൾ തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടിയാണ് റോ സ്പാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, കോൾ സ്പാൻ നോക്കാം. അപ്പൊ ഒരു കൺസെപ്റ്റ് എന്ന് പറയാൻ നേരത്ത് നമ്മളെ കയ്യിൽ രണ്ട് സെല്ല്, രണ്ടോ അതിൽ കൂടുതൽ സെല്ലുണ്ടെന്ന് അസ്യൂം ചെയ്തോ. ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, അല്ലെങ്കിൽ കോളായിട്ട് കൂട്ടിയാലും മതി. അപ്പൊ ഈ രണ്ട് കോളത്തിനെ എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം. മെർജ് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കണം. അതിനെയാണ് കോൾ സ്പാൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മെർജ് ചെയ്ത് ഒറ്റ സിംഗിൾ പീസ് ആക്കുക. ഇതിപ്പം 3 സെല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ മൂന്നിനെയും കൂടി എന്ത് ചെയ്യണം, മെർജ് ചെയ്ത് ഒറ്റ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കണം. അപ്പൊ ഇതാണ് കോൾ സ്പാന്റെ കൺസെപ്റ്റ്. അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന സെൽസിനെ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റിലോട്ട് മാറ്റുന്നതാണ് കോൾ സ്പാന്റെ മെയിൻ കൺസെപ്റ്റ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ടേബിളിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ടേബിളാണ്. ഈ ടേബിളിനകത്ത് രണ്ട് റോ ഉണ്ട്. ആദ്യത്തെ റോയിൽ A മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ റോയിൽ എന്ത് കൊടുക്കാം, B, C, D. അപ്പൊ ഇതേപോലത്തെ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ടേബിളിനകത്ത് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബോർഡർ ലൈൻ ഉണ്ടല്ലോ, ഓരോ സെല്ലിന്റെ ഓരോ ബോർഡർ ലൈൻ ഉണ്ട്. ആ ബോർഡർ ലൈൻ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. ഡോട്ടർ ലൈൻ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. മേളിലോട്ടും താഴെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ കോൾ സ്പാൻ ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എവിടെയൊക്കെ മെർജ് ചെയ്തിട്ടുണ്ട്, എത്ര കോളങ്ങൾ തമ്മിലാണ് മെർജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കത്തി. ആദ്യത്തെ റോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോൾ സ്പാൻ ചെയ്തിട്ടുണ്ട്. എത്ര കോളങ്ങൾ തമ്മിലാണ് മെർജ് ചെയ്തിട്ടുള്ളത്, 3 കോളങ്ങൾ തമ്മിലാണ് മെർജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഡോട്ടർ ലൈനിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും, ഒരു ഇമാജിനേഷൻ കിട്ടും, ഇവിടേക്കാണ് കോൾ സ്പാൻ നടന്നിട്ടുള്ളത്. അതേപോലെ ഇത്ര കോളങ്ങളായിരിക്കും അവിടെ മെർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പൊ ഇതാണ് കോൾ സ്പാൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ HTML കോഡ് എഴുതാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, ടേബിളിന് ഒരു ബോർഡറും സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോർഡർ 1. ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യാം. ആ റോയ്ക്ക് TDക്കകത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഡേറ്റ കൊടുക്കാം A. എന്നിട്ട് രണ്ടാമത്തെ റോ ക്രിയേറ്റ് ചെയ്യാം, TR. അതിൻ്റെ അകത്ത് കൊടുക്കാം 3 കോളങ്ങൾ സെറ്റ് ചെയ്യാം, TD × 3. ഇത് VS കോഡിൽ മാത്രമേ ഈ ഒരു ഷോർട്ട് കട്ട് വർക്ക് ആവത്തുള്ളൂ. B, C, D. ഓക്കെ, നമ്മളിവിടെ കോളം ടേബിൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തായിട്ടില്ല, മെർജ് ആയിട്ടില്ല. ഇവിടെ 2 യൂണിറ്റും കൂടി എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ കോളമാണ് മെർജ് ചെയ്യാനുള്ളത്. ആദ്യത്തെ കോളമാണ് മെർജ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കോൾ സ്പാൻ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. നമ്മൾ എത്ര കോളങ്ങളാണ് മെർജ് ചെയ്യാനുള്ള, 3 എണ്ണവും. കാരണം ഇതിന്റെയൊക്കെ ഡോട്ടർ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, 3. അപ്പൊ 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അത് സിംഗിൾ യൂണിറ്റിലാക്കി കിട്ടും. നമുക്ക് TDക്ക് പകരം TH യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ആക്കിയും സെൻട്രലും കൂടി കിട്ടും. ക്ലിയർ ആയോ? ഇത് എവിടെയാണ് കൊടുക്കാനുള്ളതെന്ന് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എവിടെയാണോ മെർജ് കിടക്കുന്നത് അതിന്റെ ആദ്യത്തെ കോളത്തിൽ വേണം കൊടുക്കാനുള്ള. ഞാൻ അത് പറഞ്ഞത് ക്ലിയർ ആയെന്ന് എനിക്കറിയത്തില്ല. എവിടെയാണോ കൊടുക്കാനുള്ളത് അതിന്റെ ഫസ്റ്റ് കോളത്തിലാണ് കൊടുക്കുക. വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇതൊരു ടേബിളാണ്. ടേബിളിനകത്ത് A, B, C, D, A. ഇവിടെ നോക്കാൻ നേരത്ത് എന്തുണ്ട്, 2 റോ ഉണ്ട്. ആദ്യത്തെ റോയിൽ എത്ര കോളം ഉണ്ട്, 2 കോളങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കോൾ സ്പാൻ നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ കോൾ സ്പാൻ നടന്നിട്ടുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോർഡർ ലൈൻ കണക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. ഡോട്ടർ ലൈൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ എവിടെ കൂടെയാണ് ഒരു ഡോട്ടർ ലൈൻ പോകുന്നത് അവിടെ അറിയാൻ പറ്റും.
അപ്പൊ എന്ത് ചെയ്തിട്ട് ആദ്യത്തെ കോളത്തിൽ ഒന്നും നടന്നിട്ടില്ല, പക്ഷെ രണ്ടാമത്തെ കോളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 2 കോളം തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെർജ് ചെയ്യണത് എങ്ങനെയാണ്? ആദ്യത്തെ കോളത്തിന്റെ എൻഡിൽ കൂടെയാണ് വേറൊന്ന് വന്ന് മെർജ് ചെയ്യണത്. അപ്പൊ നമ്മള് കോൾ സ്പാൻ എന്ന ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതും ഏതാണ്? ആദ്യത്തെ കോളത്തിന് വേണ്ടിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. കാരണം ആദ്യത്തെ കോളത്തിന്റെ എൻഡിലാണ് വേറൊന്ന് വന്ന് മെർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും കോൾ സ്പാൻ്റെ ആദ്യത്തെ എവിടെയാണോ മെർജ് കിടക്കുന്നത്, അപ്പൊ ഇവിടെയെല്ലാം മെർജ് കിടന്നത്, പക്ഷെ എവിടെയാണ് നടന്നത്? രണ്ടാമത്തെ കോളത്തിലാണ് മെർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെയാണ് എന്ത് കൊടുക്കാനുള്ള? റോ സ്പാൻ കൊടുക്കാനുള്ള. ക്ലിയർ ആയ? നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സാമ്പിൾ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ടേബിള് TR ആദ്യത്തെ റോയ്ക്കകത്ത് എത്ര ഉണ്ട്? 2 കോളങ്ങളുണ്ട്. TH B. പക്ഷേ രണ്ടാമത്തെ റോയിലാണ് എന്ത് നടന്നിട്ടുള്ളത്? കോൾ സ്പാൻ നടന്നിട്ടുള്ളത്. കോൾ സ്പാൻ 2 എത്ര? 2 കോളങ്ങൾ തമ്മിൽ. ഇനി എന്ത് ചെയ്യണം? താഴത്തെ റോയ്ക്കകത്ത് TH ഇൻറ്റു 3, അതിനകത്ത് CDE. ക്ലിയർ ആയ? എന്തുകൊണ്ട് ഞാൻ എ എന്ന് പറഞ്ഞ കോളത്തിനകത്ത് കോൾ സ്പാൻ കൊടുക്കാതെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണ് മെർജ് ചെയ്യാനുള്ള? ഈ 2 സെല്ലുകളാണ്, അല്ലെങ്കിൽ ഈ 2 സെല്ലുകളാണ് നമുക്ക് മെർജ് ചെയ്യാനുള്ള. അപ്പൊ ആദ്യത്തെ സെല്ലിലാണ് വേറൊരു സെല്ല് ഒന്ന് മെർജ് ചെയ്യണം, ആദ്യത്തെ സെല്ലിലാണ് വേറൊരു സെല്ല് ഒന്ന് മെർജ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ സെല്ലിൽ വേണം നമ്മൾ കോൾ സ്പാൻ കൊടുക്കാനുള്ള. എത്ര സെല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഫിഗറിനകത്ത് എക്സ്പാൻഡ് ചെയ്ത് പോകണം. തോനെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കത്തും. ഓക്കെ, നമുക്കൊരു വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. വേറെ എന്തൊരു എക്സാമ്പിൾ? ഓക്കെ, ഒരു ഈവന്റ് ഷെഡ്യൂളിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ TR TH നമുക്ക് എന്ത് കൊടുക്കാം? കോൾ സ്പാനിന്റെ അകത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. കോൾ സ്പാൻ 2ന്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഈവന്റ് ഷെഡ്യൂൾ. ഓക്കെ, നമുക്ക് അടുത്ത TRന്റെ അകത്ത് THന്റെ അകത്ത് ടൈം, അത് കണക്ക് THന്റെ അകത്ത് ആക്ടിവിറ്റി. അടുത്ത റോയ്ക്കകത്ത് നമുക്ക് എന്തൊരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. THന്റെ അകത്ത് ടൈം 10 AM. ഈവന്റ് എന്തെടുക്കാം? വെൽക്കം സ്പീച്ച്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് റോയിലാണ് എന്താണ് നടന്നിട്ടുള്ള? കോൾ സ്പാൻ നടന്നിട്ടുള്ള 2 അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാനുള്ള? നമ്മളെ ബോർഡർ ലൈൻസ് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. കുറച്ചും കൂടി ക്ലീൻ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെൽ സ്പേസിങ് നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, കൃത്യം ലൈൻ കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ഇതാണ് നമ്മളൊരു ബോർഡർ ലൈൻ. വേറെ ഒന്നും ഇല്ല. അപ്പൊ ഇത് നോക്കുമ്പോൾ അറിയാം, ഇതൊരു സെല്ല്, ഈ 2 സെല്ലും കൂടി മെർജ് ചെയ്തിട്ടാണ് ഒറ്റ ഒരു സെല്ലായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് മെർജ് ചെയ്ത ഏതാണ്? ആദ്യത്തെ സെല്ലിലാണ് എപ്പോഴും വന്ന് മെർജ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെല്ല് എപ്പോഴും ആദ്യത്തെ സെല്ലിൽ എൻഡിൽ കൊണ്ടാണ് മെർജ് ആവുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കോൾ സ്പാൻ. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കോളം ബേസ് മെർജ് ചെയ്യാൻ വേണ്ടി, കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കോൾ സ്പാൻ യൂസ് ചെയ്യുക. നിങ്ങൾ തോന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഐഡിയ കത്തും. ഓക്കെ, ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് റോ സ്പാനെ കുറിച്ചാണ്. അപ്പൊ റോ സ്പാന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മെർജ് ചെയ്യാൻ, അല്ലെങ്കിൽ കവർ ചെയ്യാൻ, മൾട്ടിപ്പിൾ സെൽസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് റോ സ്പാനും കൂടി യൂസ് ചെയ്യുന്നത്. റോ സ്പാൻ എന്ന് പറയുമ്പോൾ റോയുകൾ തമ്മിലാണ്. റോ എന്ന് പറയുന്നത് സെല്ലുകൾ തമ്മിലുള്ള മെർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് വരുന്നതിന്റെ മെർജ് ചെയ്യാൻ വേണ്ടിയാണ് റോ സ്പാൻ യൂസ് ചെയ്യുന്നത്. റോ സ്പാൻ എന്ന ആട്രിബ്യൂട്ട് നമ്മളെ THന്റെ അകത്ത് TDയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ടേബിൾ. ഈ ടേബിളിൻ്റെ അകത്ത് 2 റോ ABC. അപ്പൊ ഇവിടെയാണ് എന്ത് നടന്നിട്ടുള്ള? റോ സ്പാൻ നടന്നിട്ടുള്ള. ഇരിക്കുന്ന വാല്യൂവിനകത്ത് റോ സ്പാൻ നടന്നിട്ടുള്ള. അപ്പൊ റോ സ്പാൻ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്? 2 സെല്ലുകളുണ്ട്. ആ സെല്ല് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? വെർട്ടിക്കൽ ആയിട്ട് പോകുന്നതിൽ മാത്രമാണ് കമ്പൈൻ ആവുന്നത്. റോ സ്പാൻ എന്ന് പറയുമ്പോൾ നേരെ ഹൊറിസോണ്ടലും, കോൾ സ്പാൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കലും. അപ്പൊ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള 2 സെല്ലുകൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു സെല്ലായിട്ട് മാറും. അതാണ് നടക്കുന്നത്. റോ സ്പാൻ യൂസ് ചെയ്യുന്നത്
ടി എച്ചിനകത്തും ടി ഡിക്കകത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബോർഡർ ലൈൻ ഉണ്ടല്ലോ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ശരിക്കും മെർജ് നടന്നിട്ടുള്ള എത്ര സെല്ലുകളാണ് അവിടെ മെർജ് ആയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ 2 റോ ഉണ്ട്. ആദ്യത്തെ റോ, രണ്ടാമത്തെ റോ. ആദ്യത്തെ റോയില് ആദ്യത്തെ കോളത്തിലാണ് മെർജ് നടന്നിട്ടുള്ളത്. മീൻസ് ആദ്യത്തെ സെല്ലിലാണ് മെർജ് നടന്നിട്ടുള്ളത്. സെല്ല് അവിടെ കൊടുക്കാനുള്ള റോ സ്പാൻ ആയിരിക്കും. എത്ര എണ്ണം മെർജ് ആയ 2 എണ്ണമാണ് മെർജ് ചെയ്തത്. അപ്പൊ നമ്മൾ റോ സ്പാൻ 2 എന്ന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മളിപ്പോ ആദ്യത്തെ സെല്ലിനകത്ത് റോ സ്പാൻ കൊടുക്കുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യും, ഇത് കണക്കൊരു ലാർജ് ബ്ലോക്ക് സെറ്റ് ആവും. പിന്നെ നമ്മൾ നോക്കണം ആ ക്വസ്റ്റ്യൻ നോക്കാൻ നേരത്തെ എന്തുണ്ട്, ആദ്യത്തെ റോയിൽ ഇനി ഇത്ര വേക്കന്റ് സ്പേസും കൂടി ഉണ്ട്, ഒരു വേക്കന്റ് സ്പേസും കൂടി ഉണ്ട്, അതാണ് ബി. അപ്പൊ ആദ്യത്തെ റോയിനകത്ത് 2 കോളം മാത്രമേ വരത്തുള്ളൂ, ഒന്ന് എ സ്റ്റോർ ചെയ്യാനും ഒന്ന് ബി സ്റ്റോർ ചെയ്യാനും. രണ്ടാമത്തെ റോ വരാൻ നേരത്ത് ശ്രദ്ധിക്കണം, ആൾറെഡി രണ്ടാമത്തെ റോയില് ആദ്യത്തെ കോളം ഫില്ലായി കഴിഞ്ഞ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഗ്യാപ്പ് ഉള്ളത് മാത്രം ഫില്ല് ചെയ്താൽ മതി. ഒറ്റ ഒരു കോളം മാത്രം കൊടുത്തിരുന്നാൽ മതി. അത് പറഞ്ഞത് ക്ലിയർ ആയാന്ന് എനിക്ക് അറിയത്തില്ല, എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ പറയണ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടി ആർ ടി എച്ച് എ അത് കണക്ക് ടി എച്ച് ബി എന്ന് കൊടുത്തു. അടുത്ത റോയ്ക്കകത്ത് ടി ആർ ടി എച്ച് സി എന്ന് കൊടുത്തു. ഇവിടെ നോക്കാൻ നേരത്ത് എന്റെ തൊട്ട് താഴെ സി വന്നിട്ടുണ്ട്, ഇവിടെ മാത്രമേ ഒരു എം ഡി സ്പേസും ഉള്ളു. പക്ഷെ ഇത് നമ്മൾ കോൾ സ്പാൻ ചെയ്തിട്ടില്ല. കോൾ സ്പാൻ ചെയ്യാൻ നേരത്ത് എന്ത് നടക്കും, കോൾ സ്പാൻ ചെയ്യുന്നത് ആദ്യത്തെ സെല്ലിലാണ് കോൾ സ്പാൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സെല്ലിൻ്റെ അകത്ത് ഞാൻ ഇപ്പൊ കോൾ സ്പാൻ അല്ല, റോ സ്പാൻ. ആദ്യത്തെ സെല്ലിൽ ഇപ്പൊ ഞാൻ റോ സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 2 സെല്ലുകൾ എന്ത് ചെയ്യും, മെർജ് ചെയ്ത് ഒറ്റ സെല്ലാക്കും. ആ സ്പേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കോളം തന്നെ അങ്ങനെ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും, എ തന്നെ ഇത് ഫുള്ള് കവർ ആവും. പിന്നെ ആദ്യത്തെ റോയിൽ പിന്നെ എന്ത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ബി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ രണ്ടാമത്തെ റോയിൽ വരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒറ്റൊരു വാല്യൂ മാത്രം കൊടുത്താൽ മതി. കാരണം രണ്ടാമത്തെ റോയിൽ ആൾറെഡി എന്തായിട്ടുണ്ട്, ഒരു കോളം ഫിൽ ആയിട്ടുണ്ട്, മെർജ് ചെയ്ത് അതിന്റെ ആ സ്പേസ് എടുത്തിട്ടുണ്ട്, ഈ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് മാത്രം കൊടുത്തിരുന്നാൽ മതി, സിക്കുള്ള പാർട്ട് മാത്രം എഴുതി കൊടുത്താൽ. അതാണ് ഇവിടെ ടി എച്ച് സി എന്ന് കൊടുത്തത്. ഇവിടെ ഞാൻ റോ സ്പാൻ ചെയ്തിട്ടില്ല, നമുക്ക് റോ സ്പാൻ ചെയ്യാം. റോ സ്പാൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെ ഇതേപോലെ വരും. അപ്പൊ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ റോ സ്പാൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ആ ഒരു വേക്കന്റ് സ്പേസ് ഫില്ലാക്കിയിട്ടുണ്ട്, അത് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ കോൾ സ്പാനേക്കാളും ഒത്തി കുഴപ്പിക്കുന്ന ഒന്നാണ് റോ സ്പാൻ. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയ കത്തും. ഞാൻ പറയണക്ക് എവിടെയാണോ റോ സ്പാൻ കൊടുക്കുന്നത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ അത്രയും സ്പേസുകൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇതിപ്പോ 2 സെല്ലുണ്ടെന്ന് വെച്ചോ, സി സി. അപ്പൊ എന്തായാലും ആദ്യത്തെ ടി എച്ചിലോ ടി ഡിയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കണം, റോ സ്പാൻ എന്ന് കൊടുക്കണം, റോ സ്പാൻ 2 കൊടുക്കും. അപ്പൊ നമ്മൾ ഇതേ സ്പേസിൽ തന്നെ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചാൽ മതി. ഇതേ സ്പേസിൽ 2 ബ്ലോക്ക് ഉണ്ടെന്ന് ആലോചിച്ചിരുന്നാൽ മതി. പക്ഷെ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഒറ്റ ഒരു ബ്ലോക്ക് കൊണ്ട് വെച്ചെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, അപ്പൊ അതിന്റെ ഒരു ഐഡിയ കത്തും. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോണ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ റോ സ്പാനും കോൾ സ്പാനും കൂടി എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് റോ സ്പാനും കോൾ സ്പാനും നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് എ ഓക്കെ, ഇത് ബി, അത് കണക്ക് സി, ഡി, ഇ, എഫ്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിനകത്ത് റോ സ്പാനും ഉണ്ട് കോൾ സ്പാനും ഉണ്ട്. അതെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോർഡർ എന്ത് ചെയ്യണം, മേളിലോട്ടും താഴോട്ടും ലൈൻ ചെയ്ത് പോകണം. അത് കണക്ക് സൈഡ് ബേസിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഡോട്ടർ ലൈൻ ഇട്ടിട്ട് പോകണം. അപ്പൊ നമുക്കൊരു ഐഡിയ. ഓക്കെ, ഇപ്പൊ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇവിടെയും ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അത് കണക്ക് ഒന്ന് ഇവിടെയും ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അത് കണക്ക് ഇവിടെയും ഇവിടെ എല്ലാം 2 വെച്ചാണ് ഇവിടെ ചെയ്തേക്കണത് കോൾ സ്പാന്, ഇവിടെ ചെയ്തേക്കണത് റോ സ്പാൻ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിളിൽ അത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ടി ആർ ക്രിയേറ്റ് ചെയ്ത് ടി എച്ചിന്റെ അകത്ത് എ, പിന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തെ കോളം വെച്ചാണ് എന്ത് ചെയ്യണം, മെർജ് കിടക്കുന്നത്. ഏത് മെർജാണ്? കോൾ സ്പാൻ. അപ്പൊ കോൾ സ്പാൻ എന്ത് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. അതിൻ്റെ അകത്ത് ബി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടി ആറിന്റെ അകത്ത് ആദ്യത്തെ സെല്ലിലാണ് റോ സ്പാൻ നടന്നത്, സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റോ സ്പാൻ്റെ അകത്ത് എന്ത് കൊടുക്കണം, 2. എന്നിട്ട് അവിടെ 2 വേക്കന്റ് സ്പേസും ഉണ്ട്, ഡിക്കും എഫിനും വേണ്ടി. അപ്പൊ ടി എച്ചിന്റെ അകത്ത് ഡി, അതേപോലെ ടി എച്ചിന്റെ അകത്ത് എന്തുണ്ട്, എഫ് ഉണ്ട്. മൂന്നാമത്തെ റോ വരാൻ നേരത്ത് ആദ്യത്തെ റോ ഫില്ലായിട്ടുണ്ട്. ആദ്യത്തെ റോ സി വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ എന്ത് മാത്രം ആഡ് ചെയ്താൽ മതി, ഇ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കൊടുക്കുക, ടി എച്ച് ഇ. കണ്ടാ, ആൾറെഡി ഇവിടെ മെർജ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ഈനെയും കൂടി മെർജ് ചെയ്യണം. ഈനെ മെർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, കോൾ സ്പാന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിക്ക് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, സെൽ പാഡിങ് ഇഷ്ടമുള്ള ഒരാൾക്ക്, ഞാൻ ഇവിടെ തൽക്കാലം 4 കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളു റോ സ്പാനും കോൾ സ്പാനും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. റോ സ്പാൻ ആണ് കുറച്ചും കൂടി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കത്തും. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൻ്റെ അകത്ത് ഈവന്റ് സെറ്റ് ചെയ്യാൻ നേരത്ത്, റെക്കോർഡ് സെറ്റ് ചെയ്യാൻ നേരത്ത്, അങ്ങനെയൊക്കെ നമ്മൾക്ക് കാറ്റഗറിയൊക്കെ തിരിച്ചു തരത്തില്ലേ, ആ സ്ഥലത്തൊക്കെയാണ് നമ്മൾ കൂടുതലും ടേബിൾ യൂസ് ചെയ്യുന്നതും. ടേബിളിനകത്ത് ഈ റോ സ്പാനും കോൾ സ്പാൻ എന്ന കൺസെപ്റ്റ് ഒക്കെ ടാലി ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും, കണക്കിന്റെയൊക്കെ സംഭവം വരും. അപ്പൊ നിങ്ങൾ ഇത് കണക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ.